ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റ് വൈവ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ കുറച്ചധികം പേർക്ക് കൂടി കഴിയാനുണ്ട്. പലരും ചോദിച്ചിരുന്നു എങ്ങനെയാണ് പ്രൊജക്റ്റ് വൈവ ചോദിക്കാറ് എന്നത്. സാധാരണയായി പ്രൊജക്റ്റ് വൈവയ്ക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ പഠിച്ചു പോവുക, നന്നായിട്ട് ഓർഗാനിക്കായിട്ട് തന്നെ പറയാൻ ശ്രമിക്കുക. ദെൻ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, ദെൻ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് തന്നെ പറയാൻ നോക്കുക. പിന്നെ ഡാറ്റ കളക്ഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഡാറ്റ കളക്ഷൻ്റെ ഒപ്പം തന്നെ ഡാറ്റ അനാലിസിസ് ചോദിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉള്ള കാരണം, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ചോദിക്കാറുണ്ട്. ഫർദർ റിസർച്ച് എങ്ങനെയാണ്, ഇംപ്ലിക്കേഷൻസ്, ദെൻ ഡിലിമിറ്റേഷൻ, ലിമിറ്റേഷൻ, ഫൈൻഡിങ്സ്. പറഞ്ഞ കാര്യങ്ങളാണ് സാധാരണയായിട്ട് ടീച്ചേഴ്സ് ചോദിക്കാറുള്ളത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അവർ ചോദിക്കും വേറെ രീതിയിൽ. അപ്പോൾ അതിൽ നിങ്ങൾ സബ്സ്റ്റാൻഷ്യേറ്റ് എങ്ങനെ ചെയ്യുന്നു, ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ കൊടുക്കുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും നോക്കാറുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കണമെന്നുള്ള ഒരു കാര്യം ഓർത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും വൈവയിലെ ടീച്ചേഴ്സ് നോക്കാറുള്ളത് ഈ പ്രൊജക്റ്റിൽ ഈ കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്, ഈ കുട്ടിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അറിയാമോ, ഫൈൻഡിങ്സ് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടോ, കോപ്പി അടിച്ചതാണോ, ഇതൊന്നും ചെയ്യാതെ വേറൊരാൾ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തതാണോ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ടീച്ചേഴ്സ് അസസ് ചെയ്യാറുള്ളത്. സോ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചിലപ്പോൾ നിങ്ങളുടെ അംബീഷനും ഫർദർ സ്റ്റഡീസും ദെൻ ജോലിയൊക്കെ ചോദിക്കാറുണ്ട്. ഡിപ്പെൻസ് ആണ്. നമുക്ക് ഒരു ഇൻ്റർവ്യൂവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇൻ്റർവ്യൂവർ ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ടു ദ ഇൻ്റർവ്യൂവി. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നല്ല മാർക്കോടുകൂടി തിരിച്ചു വരിക. ഇനിയുള്ള ദിവസം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഏപ്രിൽ മാസം 1 മുതൽ തുടങ്ങാൻ പോകുന്ന 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.